guys. പൊട്ടറ്റോ സ്റ്റാർച്ച് ഉപയോഗിച്ചിട്ട് ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമിൻ്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ സ്റ്റാർച്ച് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ പറ്റിയൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പൊട്ടറ്റോ സ്റ്റാർച്ച് ഇതതുപോലെ ഏകദേശം ഒരു ടീസ്പൂൺ, കുഞ്ഞു ടീസ്പൂണിൽ ഏകദേശം ഒരു ടീസ്പൂണോളം എടുക്കുന്നുണ്ട്. അത് ഞാൻ ഈ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഒറ്റ ടീസ്പൂണും അത്രമാത്രം മതി. നമുക്കൊരു 7 ഡേയ്സിനകത്തേക്കാണ് നമ്മളിത് ഉണ്ടാക്കി വെക്കുന്നത്. അതുപോലെ നമുക്കിത് പുറത്ത് വെച്ച് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട യാതൊരു കാര്യമില്ല. നമുക്കിത് പുറത്ത് വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാം, ഡെയിലി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ആ ഒരു ടീറ്റിയുടെ ടോണറാണ് കേട്ടോ. ഇനി നിങ്ങളുടെ ഒരു റോസ് വാട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടോണറിന് പകരമായിട്ട് വേറെ ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഓയിൽസ് ആണ് കേട്ടോ. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ടോണർ ചേർക്കുക, അല്ലെങ്കിൽ ഓയിൽസ് സൂട്ടാവുന്നവർ മാത്രം ചേർത്താൽ മതി. അല്ലാത്തവർ ഇതുപോലെ നമുക്ക് ടോണർ, നിങ്ങളുടെ കയ്യിൽ ഏത് ടോണർ ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ ഒരു ടോണർ ഇതിനകത്തേക്ക് ഞാൻ ഈ പറഞ്ഞ അളവിൽ കുറേശ്ശായിട്ട് അങ്ങ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഒത്തിരി അങ്ങ് ചേർത്ത് കൊടുക്കാൻ പാടില്ല. നമുക്ക് ആ ഒരു പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് ചെറിയ രീതിക്കൊന്ന് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി അങ്ങ് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേശ്ശായിട്ട് അങ്ങ് ആഡ് ചെയ്തിട്ട് വേണം നമുക്കിതങ്ങ് മിക്സാക്കി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഓയിൽ ചേർക്കണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഓയിൽ മതിയാകും. ഓയിൽ സൂട്ടാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും പോയി ഓയിലെടുത്ത് ഉപയോഗിക്കരുത്. നിങ്ങളുടെ ഫേസിലേക്ക് യാതൊരു വിധത്തിലൊരു പ്രശ്നമില്ലെങ്കിൽ മാത്രം ഓയിൽ ഉപയോഗിക്കുക കേട്ടോ. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലാണ്. ഈ ഒരു ഫ്ലാക്സ് സീഡ് ജെല്ലിന് പകരം നമുക്ക് നോർമൽ ആലോവേറ ജെല്ലില്ലേ, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നോർമൽ ആലോവേറ ജെല്ല് ചേർക്കുക. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഏത് ജെല്ലായാലും കുഴപ്പമില്ല. നമ്മുടെ കടുക്ക പ്ലസ് ജെല്ലോ അല്ലെങ്കിൽ ലൈറ്റനിങ് ജെല്ലോ, ഏത് ജെല്ലാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഒരു ജെല്ല് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ കുറച്ച് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ജെല്ല് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ഒരു ഗുണങ്ങളും കൂടി ആ ജെല്ലിനകത്ത്, ഇപ്പോൾ ആലുവേര ആണെങ്കിൽ ആലുവേരുടെ ഗുണം, അപ്പോൾ ഞാൻ ഫ്ലാക്സ് സീഡ് ചേർക്കുന്നതുകൊണ്ട് ആ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ഗുണം കൂടി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജെല്ല് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ജെല്ലും ഇല്ല, എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ആ ഒരു റോ കറ്റാർ വാഴയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത്ര തിക്കായിട്ട് കിട്ടില്ല, ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും. പക്ഷേ നിങ്ങളിത് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ഒരു മെത്തേഡിലാണെങ്കിൽ നിങ്ങൾക്കിത് പുറത്ത് ഒരു 1 വീക്ക് വരെ ഉപയോഗിക്കാൻ പറ്റും. ഒരു 5 to 7 ഡേയ്സ് അത്ര ദിവസത്തേക്കുള്ളത് മാത്രം ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമുക്ക് ഇതുപോലെ വീണ്ടും പുതുതായി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ റെക്കോർഡ് ആയിട്ടില്ല. അപ്പോൾ ഗ്ലിസറിൻ ഒരു 1/4 ടീസ്പൂൺ ഇതിനകത്തേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എക്സ്ട്രാ ഒരു ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട്. അതൊരു 1/4 ടീസ്പൂണും അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ട് ഒരു കണ്ടെയ്നറിൽ നമുക്കിതങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, പുറത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിക്ക് നിങ്ങളൊരു 7 ഡേയ്സിലുള്ളത് മാത്രം ഉണ്ടാക്കി വയ്ക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. നമ്മുടെ സ്കിന്നൊന്ന് വൈറ്റൻ ചെയ്ത് വരികയും അതുപോലെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളും ചുളിവുകളും സൺ ടാനും ഇതെല്ലാം മാറി നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയർ ആയി കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ഒരു ക്രീം ഹെൽപ്പ് ആക്കും. അപ്പോൾ ഗൈസ്, ഇത് നമുക്ക് രാത്രി ഉപയോഗിക്കുകയാണെങ്കിൽ ബെറ്റർ റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ. രാത്രി നമ്മൾ കിടക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് കൈയും മുഖമൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരിക. എന്നിട്ട് തുടച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ക്രീം അല്പം എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ നമുക്ക് കണ്ണിനടിയിൽ കറുപ്പുണ്ടെങ്കിൽ അതെല്ലാം പോകാനായിട്ട് നമുക്ക് ഈ ഒരു പൊട്ടറ്റോയുടെ ഈ ഒരു ക്രീം യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ കണ്ണിനടിയത്തെ കറുപ്പും നമ്മുടെ ഫേസിലത്തെ ആ ഒരു പിഗ്മെൻറ്റേഷൻ എല്ലാം മാറി നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വൈറ്റൻ ചെയ്ത് വരാനായിട്ട് നിങ്ങൾക്കൊരു 10 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2-3 മന്ത്സ് എങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം. അല്ലാതെ നിങ്ങൾക്കിതൊരു മാറ്റം കണ്ടു തുടങ്ങുന്ന ഒരു 10 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇതൊന്ന് മാറ്റം ഫീൽ ആയി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.